കഴിഞ്ഞ 10 വർഷമായി കോട്ടക്കലിന്റെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ സജീവമായ UDF സ്ഥാനാർത്ഥിക്കായി പ്രവർത്തകരും നിഷ്പക്ഷ വോട്ടർമാരും ഒരുപോലെ രംഗത്തിറങ്ങിക്കഴിഞ്ഞു. മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും സുപരിചിതനായ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന വലിയ ജനപിന്തുണ വിജയത്തിന്റെ സൂചനയാണെന്നും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം ബഷീർ രണ്ടത്താണി പറഞ്ഞു. വികസന നേട്ടത്തിന്റെ കണക്കുകൾ നിരത്തിയാണ് UDF ഇത്തവണ ജനങ്ങളെ സമീപിക്കുന്നത്. 10 വർഷത്തിനിടെ 950 കോടി രൂപയുടെ ബൃഹത്തായ വികസന പദ്ധതികളാണ് മണ്ഡലത്തിൽ നടപ്പിലാക്കിയതെന്ന് UDF അവകാശപ്പെടുന്നു. കോട്ടക്കൽ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ മുന്നണി പ്രവർത്തകരും അതുപോലെ തന്നെ നമ്മുടെ നിയോജക മണ്ഡലത്തിലെ നിഷ്പക്ഷരായ വോട്ടർമാരും ഒക്കെ തന്നെ ഒരു വമ്പിച്ച ഭൂരിപക്ഷം നമ്മുടെ സ്ഥാനാർത്ഥി ആബിദ് ഹുസൈൻ തങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാണ്. കഴിഞ്ഞ 10 കൊല്ലക്കാലമായി അദ്ദേഹം ഈ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഓരോ ദിവസവും ഈ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ ഓരോ മൺതരിയും അദ്ദേഹത്തിന് സുപരിചിതമാണ്. മറ്റൊന്ന്, അദ്ദേഹം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളാണ്. ഏതാണ്ട് 950 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മളെ സാധാരണക്കാരെ ബാധിക്കുന്ന ഗതാഗത രംഗത്ത് ഏതാണ്ട് 300 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതികൾ 380 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജലസേചന രംഗത്ത് 100 കോടിയിലധികം രൂപയുടെ, അങ്ങനെ എല്ലാ രംഗത്തും, കാർഷിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗങ്ങളുടെ SC നഗറുകളുടെ വികസനം അടക്കമുള്ള എല്ലാ മേഖലകളിലും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന മണ്ഡലം കൺവെൻഷൻ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. വരും ദിവസങ്ങളിൽ പഞ്ചായത്ത് തലങ്ങളിൽ സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ 2ാം ഘട്ടം ആരംഭിക്കും. പൂർണ്ണ സജ്ജമായ പാർട്ടി സംവിധാനങ്ങളിലൂടെ വൻ ഭൂരിപക്ഷം നേടാനാകുമെന്നാണ് മുന്നണിയുടെ പ്രതീക്ഷ. ഇന്നലെ നിയോജകമണ്ഡലം UDFന്റെ കൺവെൻഷൻ നടന്നു. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഉദ്ഘാടനം ചെയ്തത്. വമ്പിച്ച ജനപങ്കാളിത്തത്തോടു കൂടിയാണ് ആ കൺവെൻഷൻ നടന്നത്. അടുത്ത ദിവസം തന്നെ പഞ്ചായത്ത് തലങ്ങളിൽ സ്ഥാനാർത്ഥിയുടെ പര്യടനം നടക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് തെരഞ്ഞെടുപ്പ് വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. 2 ആഴ്ചക്കുള്ളിൽ വളരെ കൃത്യമായി എണ്ണയിട്ട യന്ത്രം പോലെ നമ്മുടെ നേതാക്കളും അതുപോലെ തന്നെ പ്രവർത്തകരുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. നല്ലൊരു ഭൂരിപക്ഷം, മികച്ച ഭൂരിപക്ഷം അദ്ദേഹത്തിന് നേടിക്കൊടുക്കാൻ ഈ മണ്ഡലത്തിലെ പാർട്ടിയും അതുപോലെ തന്നെ മുന്നണിയും ഒക്കെ സജ്ജമാണ്. ഈ ചാനൽ ന്യൂസ് കോട്ടക്കൽ. BSc ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ്. ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു, എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു. We are very happy to be the part of Al Salama Optometry College.